പക്ഷാഘാതം അഥവാ ഇംഗ്ലീഷിൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞ അസുഖം കൊണ്ടാണ് ആൾക്കാർക്ക് മരണം മാത്രമല്ല ഈ സ്ട്രോക്ക് ഉള്ളത് കൊണ്ട് നമുക്കൊരു ഇമോഷണൽ പ്രയാസം കൂടി ഉണ്ടാവും. അതായത് നമ്മുടെ തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണോ, നടക്കണോ, സംസാരിക്കണോ, ചിന്തിക്കണോ, ബുദ്ധിപരമായി ആലോചിക്കണോ, ഇതിനെല്ലാം പാട്ട് കേൾക്കണോ, നടക്കാൻ പറ്റാത്തതും കൈ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. ഇതെല്ലാം മുന്നോടിയായിട്ട് വരുന്നത് ഒരു 30 തൊട്ട് 40% ആൾക്കാർക്ക് വരും. സാധാരണഗതിയിൽ 65 അല്ലെങ്കിൽ 60 ശേഷം ആണുങ്ങളിലാണ് ഈ. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ SUT പട്ടം ഹോസ്പിറ്റലിലെ വാസ്കുലർ സർജനാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം പക്ഷാഘാതത്തെ പറ്റിയാണ്. നിങ്ങളെല്ലാം കേട്ടിരിക്കും, ലോകത്തിന്ന് ഹൃദയസ്തംഭനം കൊണ്ടുള്ള അപകടത്തിൽ കഴിഞ്ഞാൽ പക്ഷാഘാതം അഥവാ ഇംഗ്ലീഷിൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞ അസുഖം കൊണ്ടാണ് ആൾക്കാർക്ക് മരണം മാത്രമല്ല ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ പലതായ വൈഷമ്യങ്ങളുണ്ടാവും. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, കൈ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, സംസാരശേഷിയിൽ വ്യത്യാസം ഉണ്ടാവുക. ഇതേമാതിരി ഈ ഫിസിക്കലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ കാര്യങ്ങൾ നടത്താൻ ഉള്ളതോടുകൂടി നമുക്ക് ഈ സ്ട്രോക്ക് ഉള്ളത് കൊണ്ട് നമുക്കൊരു ഇമോഷണൽ പ്രയാസം കൂടി ഉണ്ടാവും. അതായത് നമ്മുടെ തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണോ, നടക്കണോ, സംസാരിക്കണോ, ചിന്തിക്കണോ, ബുദ്ധിപരമായി ആലോചിക്കണോ, ഇതിനെല്ലാം പാട്ട് കേൾക്കണോ, ഇതിനെല്ലാം നമുക്ക് തലച്ചോറിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഈ തലച്ചോറിലേക്ക് രക്തോട്ടം, ശുദ്ധരക്തം എത്തുന്ന കാര്യത്തിൽ എന്തെങ്കിലും തടസ്സമോ കുറവോ ഉണ്ടായാൽ സ്ട്രോക്കിൻ്റെ മുന്നോടിയായി വരുന്ന പ്രശ്നങ്ങളും കാര്യമായ തടസ്സം വന്നു കഴിഞ്ഞാൽ പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാവാം. സാധാരണഗതിയിൽ ഈ അസുഖത്തിന് മുന്നോടിയായി ചില കാര്യങ്ങളിലെല്ലാം രോഗിക്ക് തോന്നാം. ഒന്ന്, 60-65 വയസ്സ് മീതെയുള്ള ഷുഗർ, അത് പ്രമേഹം, രക്താതിസമ്മർദ്ദം, വിശിഷ്യ പുകവലിക്കുന്ന ഒരാൾക്ക് ഈ നമ്മുടെ ചുണ്ടിൻ്റെ ഈ ആംഗിൾ ഓഫ് മൗത്ത് ഇങ്ങനെ കോടിയിരിക്കുക, പെട്ടെന്ന് നമ്മൾ ഗ്ലാസ്സോ അല്ലെങ്കിൽ പേനയോ എഴുതാൻ പോകുമ്പോൾ ആ കയ്യിനൊരു ബുദ്ധിമുട്ട് തോന്നുക, നടക്കാൻ പോകുമ്പോൾ വീഴാന്മാതിരി തോന്നുക, ചെറിയ തോതിൽ അബോധാവസ്ഥ ഉണ്ടായി ഉടനെ തന്നെ കാര്യങ്ങൾ ശരിയായി വരിക. പിന്നെ അപൂർവം കുറച്ച് പേർക്ക് ആദ്യമായിട്ട് തന്നെ വരുന്നത് മാസീവ് സ്ട്രോക്ക് എന്ന് പറയും. വളരെ കൂടുതലായിട്ടുള്ള പക്ഷാഘാതം, നടക്കാൻ പറ്റാത്തതും കൈ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക. ഇതെല്ലാം മുന്നോടിയായിട്ട് വരുന്നത് ഒരു 30 തൊട്ട് 40% ആൾക്കാർക്ക് വരും. എങ്ങനെയാണ് നമുക്ക് ഈ സ്ട്രോക്ക് ആണെന്ന് മനസ്സിലാവാന്നുള്ളത് ഈ സിംറ്റംസാണ്. അത് കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റൽ നമുക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യമായി ഞങ്ങൾ ചെയ്യുന്നത് ഒരു CT സ്കാൻ എടുക്കും. അതുവരെ നമുക്ക് 2-3 മിനിറ്റിനുള്ളിൽ ഈ CT സ്കാൻ എടുക്കാൻ പറ്റും. CTയിൽ ഈ സ്ട്രോക്കിൻ്റെ കാര്യങ്ങൾ രണ്ടായി തേർതിരിക്കാം. ഒന്ന്, ഏതെങ്കിലും രക്തക്കുഴൽ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഭാഗത്ത് രക്തക്കുഴൽ തടസ്സം സംഭവിച്ചാൽ അങ്ങനെ സ്ട്രോക്ക് വരാം. പിന്നീട് അതേമാതിരി തന്നെ തലച്ചോറിൻ്റെ അകത്ത് രക്തസ്രാവം ഉണ്ടായാലും ഈ ബുദ്ധിമുട്ടുണ്ടാകും. രക്തസ്രാവം ഉണ്ടായാൽ നമുക്ക് ഈ മരുന്നെല്ലാം കൊടുത്ത് രക്തക്കട്ട അലിയിച്ച് കളയാനുള്ള ത്രോംബോലൈസ് എന്ന ചികിത്സാ മുറ ചെയ്യാൻ പറ്റില്ല. അതിനാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് CT ചെയ്യുന്നത്. ഈ മരുന്ന് ആൾട്ടിപ്ലേസ്, കണക്റ്റിപ്ലേസ്, അങ്ങനെ സ്ട്രെപ്റ്റോകൈനേസ്, അങ്ങനെ പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. അതെല്ലാം കൊടുത്ത് ഇതിനുള്ള എക്കോസ്പ്രിൻ, സ്റ്റാറ്റിൻ, BP-ക്കുള്ള മരുന്നുകൾ, പിന്നെ ഷുഗറിൻ്റെ മരുന്നുകൾ, കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇതെല്ലാം കൊടുത്ത് ആ ഫസ്റ്റ് എയ്ഡ് കഴിഞ്ഞാൽ 2-3 ആഴ്ച കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഭേദമായാൽ തന്നെയും രോഗിക്ക് കഴുത്തിലേക്ക് തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുഴലിൻ്റെ കരോട്ടിഡ് ആർട്ടറിയുടെ അവിടെ കൊഴുപ്പിൻ്റെ അംശം വന്നിട്ടുണ്ടോ, ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും കാരണം കൊണ്ടാണോ, അല്ലെങ്കിൽ തലച്ചോറിനകത്തുള്ള എന്തെങ്കിലും കാരണമെന്ന് മനസ്സിലാക്കിയിട്ട്, അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 30 തൊട്ട് 40% വരെ തലച്ചോറിലേക്ക് പോകുന്ന മഹാധമനിയിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന കരോട്ടിഡ് ആർട്ടറി, അത് നമ്മുടെ ചുണ്ടിലേക്കും നാക്കിലേക്കും ചെവിയിലേക്കും ഒക്കെ പോകുന്ന രക്തക്കുഴൽ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി. അതുകൂടാതെ മെയിൻ ആർട്ടറി ഇന്റേണൽ മീൻസ് ബ്രെയിനിലേക്ക് പോകുന്ന രക്തക്കുഴൽ. അതിൻ്റെ തുടക്കത്തിലാണ് ഈ കൊഴുപ്പിൻ്റെ അംശം വന്ന് ആ കൊഴുപ്പിൻ്റെ അംശം ആ രക്തക്കുഴലിൻ്റെ ഉൾഭാഗത്തെ ചെറിയൊരു ക്രാക്കിംഗ് ഉണ്ടായി
അതിലെ പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ അതിന് ബ്ലഡ് ക്ലോട്ട് അല്ലെങ്കിൽ കൊഴുപ്പിൻ്റെ അംശം തന്നെ പോയി തടസ്സം ഉണ്ടാകുന്നത്. ഇങ്ങനെ വരികയാണെങ്കിൽ അത് കണ്ടുപിടിച്ചതിന് ശേഷം 2 തരത്തിൽ ചികിത്സിക്കാം. ഒന്ന് കരോട്ടിഡ് ആർട്ടറി എൻഡാട്രെക്ടമി എന്ന് പറയുന്ന നമ്മൾ അത് അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം ആ കൊഴുപ്പിൻ്റെ അംശം കാര്യമായെല്ലാം ക്ലീൻ ചെയ്ത് കാലിൽ നിന്ന് ഞരമ്പെടുത്ത് ആ ഭാഗം ആ രക്തക്കുഴലിനെ വികസിപ്പിക്കാൻ പറ്റും. ഇത് കൂടാതെ ചില രോഗികൾക്ക് നമ്മൾ കരോട്ടിഡ് സ്റ്റെൻറ്റിങ് എന്ന പരിപാടിയാണ് ചെയ്യുക. പലർക്കും 80, 85, 90 വയസ്സിൽ ഒരു മേജർ ഓപ്പറേഷൻ അനസ്തേഷ്യക്കെല്ലാം ബുദ്ധിമുട്ടാവും. അവർക്ക് സ്റ്റെൻറ്റിങ് എന്നൊരു പരിപാടി, ഇത് രണ്ടും താരതമ്യപ്പെടുമ്പോൾ എൻഡാട്രെക്ടമി എന്ന് പറഞ്ഞ് ശസ്ത്രക്രിയയായി ചെയ്യുന്നതാണ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടും അതിനുശേഷം പിന്നെ രോഗിക്ക് ആ കരോട്ടിഡ് ആർട്ടറിയെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ഇതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണ രീതികളുടെ ബുദ്ധിമുട്ട്, അധികം തടി ഉണ്ടാവുക, പുകവലിക്കുക, പിന്നെ എന്താ പറയണ്ടേ രക്താതിസമ്മർദ്ദം അത് കൺട്രോൾ ചെയ്യാതെ, പിന്നെ നമുക്ക് ഈ ഡയബറ്റീസിൻ്റെ അതായത് ഷുഗർ വ്യാധി എന്ന് നമ്മൾ പറയുന്ന ആ വിഷമം, അത് ശരിക്കും നമുക്ക് അതിൻ്റെ ഒരു HbA1c എന്ന് പറഞ്ഞ ഒരു 4 മാസത്തെ കണക്ക് ഒരു 7% അതിൽ താഴെ കൺട്രോൾ ചെയ്യാൻ അത് മരുന്ന് കൊണ്ടാവാം, പിന്നെ ഭക്ഷണ രീതി കൊണ്ടാവാം, ചെറിയ തോതിൽ നടക്കുകയോ പറ്റാവുന്ന എക്സസൈസ് ചെയ്യാം. സാധാരണഗതിയിൽ 65 അല്ലെങ്കിൽ 60 ശേഷം ആണുങ്ങളിലാണ് ഈ അസുഖങ്ങൾ ഉണ്ടാവുക. പക്ഷേ അതിന് വയസ്സെന്നോ മറ്റേ ആണാണോ പെണ്ണാണോ എന്നില്ല. പക്ഷേ ഭൂരിഭാഗവും ആണുങ്ങൾക്കാണ് ഉണ്ടാവുക. പിന്നെ ഈ മെൻസസ് ഒക്കെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് സ്ത്രീകൾക്കും, അതായത് 10 രോഗികൾക്ക് ഈ പക്ഷാഘാതം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ 8 or 9 തന്നെ ആണുങ്ങളിലായിരിക്കും. സ്ത്രീകൾക്ക് അത് അത്ര തന്നെ കൂടുതലായിട്ട് വരുന്നത് കാണുന്നില്ല. പക്ഷേ അവർക്കും ഈ അസുഖം വരാം. ഇതാണ് എനിക്ക് പക്ഷാഘാതത്തെ പറ്റിയും അതിൻ്റെ ചികിത്സയെ പറ്റിയും പറയാനുള്ളത്. താങ്ക് യു.